എല്ലാവർക്കും സ്വാഗതം. തുടരെ ഇന്ന് ചിത്രത്തിൻ്റെ കളക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ ഇട്ടിരുന്നു. ഇനിയും പുതിയതായിട്ട് ഇറങ്ങിയ മെയ് 1-ാം തീയതി ഇറങ്ങിയ ചിത്രങ്ങൾ, ദിലീപിൻ്റെ ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള ചിത്രങ്ങളുടെ കളക്ഷൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പം പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറയുന്ന ദിലീപിൻ്റെ തിരിച്ചുവരവ് ആഗ്രഹിച്ച ചിത്രം ഇന്നലെ കളക്ട് ചെയ്തത് 1,25,00,000 രൂപയാണ്. ടോട്ടലായിട്ട് 4,92,00,000 രൂപയാണ് ഈ ചിത്രം കളക്ട് ചെയ്തിരിക്കുന്നത്. വേൾഡ് വൈഡ് ആയിട്ടുള്ള ചിത്രത്തിൻ്റെ കളക്ഷൻ പുറത്തു വന്നിട്ടില്ല. ഏകദേശം 6.5-7 കോടി റേഞ്ചിൽ എങ്കിലും ഈ ചിത്രം കളക്ട് ചെയ്തു എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു വിജയ ചിത്രമായി ദിലീപ്, ബിൻഡോ സ്റ്റീഫൻ എന്നിവരൊന്നിച്ച ചിത്രം മാറുമോ എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടു തന്നെ അറിയണം. ആദ്യ ദിനം ഇത് 90 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്ത്. രണ്ടാമത്തെ ദിനം 1,05,00,000. മൂന്നാമത്തെ ദിനം 1,73,00,000. മൺഡേ വർക്കിംഗ് ഡേ ആയിട്ട് പോലും 1,25,00,000 രൂപ ആയിട്ടുള്ള കളക്ഷൻ തന്നെയാണ് ഈ ചിത്രത്തിന് നേരിടേണ്ടി വരുന്നത്. അത് പ്രീഫെയിൽ ഇടത്തിൽ നമ്മൾ നോക്കിയാലും ടിക്കറ്റ് ബുക്കിംഗ് നോക്കിയാലും ഒരു സ്റ്റഡി ആയിട്ടുള്ള കളക്ഷൻ തന്നെ ഈ ചിത്രം നേടുന്നുണ്ട്. അപ്പം പുതിയ ചിത്രങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറയുന്ന ദിലീപിൻ്റെ ചിത്രമാണ് മുൻപിൽ നിൽക്കുന്നത് എന്ന് നിസ്സംശയം പറയാം. അതുപോലെ തന്നെ ദിലീപിൻ്റെ കഴിഞ്ഞകാല ചിത്രങ്ങളെ അപേക്ഷിച്ച് ഒരു വിജയക്കുതിപ്പ് ഇത് നടത്തുന്നുണ്ട് എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ബഡ്ജറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഇതിൻ്റെ വിജയപരാജയങ്ങൾ നമുക്ക് നിശ്ചയിക്കാൻ പറ്റാതെ വന്നിരിക്കുന്നത്. ഏതായാലും ഇതൊരു വിജയ ചിത്രമായി മാറട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാം. ആൻഡ് ദി ഫാമിലി എന്ന് പറയുന്ന ചിത്രം 1480 ടിക്കറ്റ് വിറ്റ് ഇന്നും മികച്ചൊരു കളക്ഷൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏകദേശം 1 കോടി രൂപയ്ക്ക് അടുത്തുള്ള കളക്ഷൻ ഇന്ന് നേടും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെയെങ്കിൽ 5 കോടി മറികടന്ന് 6 കോടിയിലേക്ക് ഈ ചിത്രം വളരെ വേഗം എത്തുകയും ചെയ്തു. വേൾഡ് വൈഡായിട്ട് ഒരു പക്ഷേ 10 കോടിയിലേക്ക് ഇന്നുകൊണ്ട് എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട്. മറ്റൊരു ചിത്രമാണ് സർക്കിട്ട് എന്ന് പറയുന്ന ചിത്രം. ആസിഫ് അലി, താമർ എന്നിവർ ഒന്നിച്ച ചിത്രം. ആസിഫ് അലിയുടെ കരിയറിലെ കിഷ്കിന്ധകാണ്ഡം രേഖാചിത്രം ഇതിന് ശേഷം ഒരു ഹിറ്റിലേക്കും നീങ്ങുമോ എന്നുള്ളത് എല്ലാവരും നോക്കിക്കണ്ട ചിത്രമാണ്. ചിത്രത്തെപ്പറ്റി മികച്ച അഭിപ്രായങ്ങൾ നേടിയെങ്കിലും ഇത് OTT റിലീഫ് ആയിരുന്നു നല്ലത് എന്ന് പലരും അഭിപ്രായപ്പെട്ടതായിട്ട് കണ്ടു. അതുപോലെ തന്നെ ഈ അഭിപ്രായങ്ങളൊന്നും ടിക്കറ്റ് ബുക്കിങ്ങിലോ കളക്ഷനിലോ ഒന്നും ഇത് കാണുന്നില്ല എന്നുള്ളതാണ് ഏറെ പരിതാപകരം. ആദ്യ ദിനം 37 ലക്ഷം നേടിയ ചിത്രം രണ്ടാമത്തെ ദിവസം 32 ലക്ഷം രൂപയാണ്. ആദ്യ ശനിയാഴ്ച 40 ലക്ഷവും ഞായറാഴ്ച 48 ലക്ഷവും നേടിയ ചിത്രം വർക്കിംഗ് ഡേ വന്നു കഴിഞ്ഞപ്പം തികച്ചും നിരാശപ്പെടുത്തുന്ന ഒരു പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. വെറും 16 ലക്ഷം രൂപ മാത്രമേ ഈ ചിത്രം നേടിയുള്ളൂ എന്ന് തന്നെയാണ് ട്രാക്കർമാർ നൽകുന്ന റിപ്പോർട്ട്. അങ്ങനെ 1,73,00,000 രൂപയാണ് ഈ ചിത്രം കേരളത്തിൽ നിന്ന് നേടിയിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് ഒരു പക്ഷേ ഒരു 3.5 കോടിക്ക് അടുത്തുള്ള കളക്ഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ ചിത്രങ്ങളിലൊന്നും വേൾഡ് വൈഡായിട്ടുള്ള കളക്ഷൻ ട്രാക്കർമാരും തന്നിട്ടില്ല, ഒന്നും പുറത്തു വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പടക്കളം എന്ന ചിത്രം നമ്മൾ വളരെ പ്രതീക്ഷയോടൊക്കെ നോക്കിക്കണ്ട ചിത്രമാണ്. പൊട്ടിച്ചിരിക്കുന്ന അനേകം മുഹൂർത്തങ്ങൾ ഈ ചിത്രത്തിലുണ്ട്. മനു ഫരാജ് എന്ന് പറയുന്ന വ്യക്തിയാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഷറഫുദ്ദീനും ഫുരാജ് വെഞ്ഞാറമൂടും ഒക്കെ തകർത്ത് അഭിനയിച്ച ചിത്രമാണ്. തിയേറ്ററിലും ഇതൊരു ഓളം സൃഷ്ടിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കളക്ഷൻ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഈ ദിനം 24 ലക്ഷം നേടിയ ഈ ചിത്രം രണ്ടാമത്തെ ദിനമായപ്പം 44 ലക്ഷവും മൂന്നാമത്തെ ദിനം ശനിയാഴ്ച 80 ലക്ഷവും ഞായറാഴ്ച 1 കോടിയും കടന്ന് ഇന്നലെ മൺഡേയിൽ 72 ലക്ഷം രൂപ ഇത് നേടിയിട്ടുണ്ട്. അങ്ങനെ 3,29,00,000 രൂപയാണ് ഈ ചിത്രം കേരളത്തിൽ നിന്ന് കളക്ട് ചെയ്തിരിക്കുന്നത്. വേൾഡ് വൈഡായിട്ട് ഏകദേശം 4.5 ഈ ചിത്രം കളക്ട് ചെയ്തു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയാണ് പുതിയ ചിത്രങ്ങളുടെ കളക്ഷൻ പോകുന്നത്. പടക്കളം എന്ന ചിത്രത്തിൻ്റെ ബുക്കിംഗ് നമ്മൾ നോക്കുമ്പോൾ സാമാന്യം ഭേദപ്പെട്ട ബുക്കിംഗ് തന്നെ കാണുന്നുണ്ട്. 24 മണിക്കൂർ ട്രെൻഡിങ് കാണിക്കുന്നത് 13,070 ടിക്കറ്റ് വിറ്റ് പോകുന്നുണ്ട്. അപ്പം ഇന്നലത്തെ പോലെ തന്നെ 50 ലക്ഷത്തിന് രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷൻ ഇന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ സർക്കിട്ട് എന്ന് പറയുന്ന ചിത്രത്തിൻ്റെ
കളക്ഷൻ നമ്മൾ എടുത്തു നോക്കുമ്പോൾ 24 മണിക്കൂർ ട്രെൻഡിങ് പോലും ഈ ചിത്രം വരുന്നില്ല എന്നുള്ളത് ആസിഫ് അലിയെ സംബന്ധിച്ച് വളരെ നിരാശ നൽകുന്ന കാര്യമാണത്. ഒരു തികഞ്ഞ പരാജയത്തിലേക്ക് ചിത്രം മാറുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പം കൃത്യമായിട്ട് ഓരോ ചിത്രങ്ങളും കാണുമ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന ചിത്രം ഒരു വിജയത്തിലേക്ക് നീങ്ങുന്നതായിട്ട് കാണുന്നു. അതുപോലെ പടക്കളം എന്ന ചിത്രവും സർക്കിട്ട് എന്ന ചിത്രം തികച്ചും നിരാശാജനകമായ പ്രകടനമാണ് കാഴ്ചവെച്ച് ഒരു പരാജയത്തിലേക്ക് കൂപ്പുകുത്തുന്നതായിട്ടാണ് നമുക്ക് അറിയാൻ പറ്റുന്നത്. എല്ലാ ചിത്രങ്ങളും വിജയിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. നമ്മൾ ആഗ്രഹിച്ചുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, നാട്ടുകാർ ചിത്രങ്ങൾ കയറി കാണുകയും ചെയ്യണം. അപ്പം എല്ലാവരും ചിത്രങ്ങൾ കയറി കാണുക. അങ്ങനെ മലയാള സിനിമയിൽ ഉണ്ടാകട്ടെ അല്ലേ, എല്ലാ ചിത്രങ്ങളും വിജയിക്കട്ടെ. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. പുതിയ കളക്ഷനും സിനിമാ വാർത്തകളുമൊക്കെ ആയിട്ട് എല്ലാവരുടെയും സപ്പോർട്ട് വരണം കേട്ടോ. ഓക്കെ, ബൈ.